iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏഴാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ പറയാൻ പോകുന്നത്. 6 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാണാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് കാണണേ, അപ്പോഴേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. നമ്മൾ 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2025 ഡിസംബർ സൈക്കിളിൽ ചോദിച്ച പേപ്പർ 1ന്റെ ഒരു സെറ്റ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ചോദ്യം, ഓക്സിജൻ കൺസ്യൂംഡ് ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് മൈ മൈക്രോ ഓർഗാനിസം ഇൻ ദ അക്വാട്ടിക് എക്കോസിസ്റ്റം ഈസ് കോൾഡ്. ഓപ്ഷൻ ഡിസോൾവ്ഡ് ഓക്സിജൻ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഒന്ന് നന്നായിട്ട് ചോദ്യം വായിച്ചേ. ഒരു ഓപ്ഷൻ മനസ്സിൽ വിചാരിച്ചേ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്തേ. ഉത്തരത്തിലേക്ക് പോവാം. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. കൺസ്യൂംഡ് ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് മൈ മൈക്രോ ഓർഗാനിസം ഇൻ ദ അക്വാട്ടിക് എക്കോസിസ്റ്റം. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. മറ്റു ഓപ്ഷൻ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഡിസോൾവ്ഡ് ഓക്സിജൻ. എന്താണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എല്ലാ വാട്ടർ ബോഡീസിലും, റിവേഴ്സ് ആയിക്കോട്ടെ, ലേക്സ് ആയിക്കോട്ടെ, കായലുകളായിക്കോട്ടെ, എല്ലാ വാട്ടർ ബോഡീസിലും ഡിസോൾവ്ഡ് ഓക്സിജൻ, DO ഉണ്ട്. ഡിസോൾവ്ഡ് ഓക്സിജൻ എന്തിനാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ? ഫോർ റെസ്പിറേഷൻ ഫോർ ദ അക്വാറ്റിക് ആനിമൽസ് ലൈക്ക് ഫിഷസ്, മൊളുസ്ക്, ആൽഗെ, അങ്ങനെ സോ മെനി ലോഡ് ഓഫ് അക്വാറ്റിക് ആനിമൽസ്, ലോഡ് ഓഫ് അക്വാറ്റിക് ജീവജാലങ്ങളുണ്ടല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ, റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ വെള്ളത്തിലുള്ളത്. ഡിസോൾവ്ഡ് ഓക്സിജൻ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, വെള്ളത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാവുക? അക്വേറിയം ഒക്കെ ഉള്ളവർക്കറിയാം. നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നതൊക്കെ അറിയാമല്ലേ അക്വേറിയത്തിലേക്ക്. എങ്ങനെയാണ്? ഒരു പമ്പ് ചെയ്ത് ഓക്സിജൻ കൊടുക്കുന്ന കണ്ടുണ്ടോ? ഇങ്ങനെ കൊമള പോലെ പൊട്ടിപ്പോകുന്നത് കണ്ടുണ്ടോ? ഓക്സിജൻ കൊടുക്കുന്നതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലേക്ക്. എന്തിനാണ് ഓക്സിജൻ? അതിൽ വളരുന്ന ഫിഷസിനൊക്കെ ശ്വസിക്കാനായിട്ട്, ഗോൾഡൻ ഫിഷിനും മറ്റ് വളർത്തുന്ന മീനുകളിലും ഒക്കെ ശ്വസിക്കാനായിട്ട് അല്ലേ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നാച്ചുറലി ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ വാട്ടർ ബോഡീസിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ പെടുന്നത് എന്ന് ചോദിച്ചാലോ, 2 രീതിയിൽ പെടാം. 2 ടൈപ്പ് ഓഫ് മെക്കാനിസംസ് ഉണ്ട്. ഒന്ന്, നേരിട്ട് വിൻഡ് വഴി, ഡിഫ്യൂഷൻ വഴി ഓക്സിജൻ വെള്ളത്തിൽ കലരാം. ഡിഫ്യൂഷൻ വഴി, വിൻഡ് വഴി, ടർബുലൻസ് വഴിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഓക്സിജൻ വെള്ളത്തിലേക്ക് പ്രവേശിക്കും. രണ്ടാമത് ഫോട്ടോസിന്തസിസ് വഴി. അപ്പൊ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? വാട്ടർ ബോഡീസിന്റെ അകത്തുള്ള പ്ലാന്റ്സിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് വഴിയും ഓക്സിജൻ വെള്ളത്തിൽ ഉണ്ടാവും. സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ ഓക്സിജൻ ഡിസോൾവ് ആവും. അപ്പൊ ഈ 2 രീതിയിലാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ വാട്ടർ ബോഡീസിൽ വരുന്നത്. ഇത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്സിജൻ നീഡഡ്. ഓക്സിജൻ എന്തിനാണ്? അവിടെയുള്ള അക്വാട്ടിക് ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനായിട്ടാണ് ഓക്സിജൻ വേണ്ടത്. അപ്പൊ എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ചില ആൽഗേസും ചില മൈക്രോ ഓർഗാനിസും ഒക്കെ ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഡീകമ്പോസ് ചെയ്യുമ്പം ഒരുപാട് ഓക്സിജൻ ഉപയോഗിക്കും. ഓക്സിജൻ ഒരുപാട് യൂസ് ചെയ്യും ഇതിന്റെ ഡീകമ്പോസിഷന്. അങ്ങനെ ഒരുപാട് ഓക്സിജൻ ഡിമാൻഡ് ഉണ്ടാവുമ്പം, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഹൈ ആവുമ്പം ഓക്സിജന്റെ അളവ് കുറയും. ആ ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജന്റെ അളവ് കുറയും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഹൈ ആവുമ്പോൾ ഒരുപാട് ആൽഗേസും ഒരുപാട് പൊല്യൂട്ടൻസും ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സും ഒക്കെ ഉള്ള വാട്ടർ ബോഡീസ് ആണെങ്കിൽ ഇവരെല്ലാവരും ചത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഓക്സിജൻ കുറെ ഉപയോഗിക്കും. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. ഡീകമ്പോസബിൾ ആയിട്ടുള്ള, ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പറ്റി. അവരെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഓക്സിജൻ ഒരുപാട് ഉപയോഗിക്കും. അപ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നതിനെ പറയും. BOD ഒരു വാട്ടർ ബോഡിയിൽ ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിസോൾവ്ഡ് ഓക്സിജൻ അവിടെ കുറവാണ് എന്നുള്ളതാണ്. അവിടെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് അവിടെ കൂടുതലാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എങ്ങനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്? നമ്മൾ പറഞ്ഞു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാനാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോഡീഗ്രേഡബിളും ഓർഗാനിക്കും ആയിട്ടുള്ള കോമ്പൗണ്ട്സ് മാത്രമേ ഇതിൽ പെടുന്നുള്ളൂ എങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സും നോൺ ബയോഡീഗ്രേഡബിൾ
വേസ്റ്റിനെയും ഡീകമ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ പരിശോധിക്കും. BODയും CODയും ടെസ്റ്റ് ചെയ്യുന്നത് എത്രമാത്രം പൊല്യൂട്ടഡ് ആണ് വാട്ടർ ബോഡീസ് എന്ന് തിരിച്ചറിയാനായിട്ടാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് CODയിലാണ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിലാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. വിത്തിൻ അവേഴ്സ് COD എത്രമാത്രം പൊല്യൂട്ടഡ് ആണ് ഇൻ ടേംസ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും. BOD ആണെങ്കിലോ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണെങ്കിലോ ചിലപ്പോൾ ഒരു 3-4 ദിവസം എടുക്കും അതിൻ്റെ ഒരു അളവറിയാനായിട്ട്. ഇത്തിരി നാച്ചുറൽ പ്രോസസ് ആണല്ലോ. അപ്പോൾ BODയും CODയും ഡിസോൾഡ് ഓക്സിജനും DOയും നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. BOD and COD are critical water quality metrics measuring pollution levels. അല്ലേ, പൊല്യൂഷൻ ലെവൽസ് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റിയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു റിവറിൽ അല്ലെങ്കിൽ ലേക്സിൽ എത്രമാത്രം പൊല്യൂട്ടഡ് ആണ് ആ ലേക്ക്. നമുക്കറിയാം കുംഭമേള, പ്രയാഗ്രാജിലെ കുംഭമേളയൊക്കെ നടന്നപ്പോഴത്തേക്കും ഈക്കോളി ബാക്ടീരിയ ഒരുപാട് ഗംഗാ നദിയിലുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകളൊക്കെ വന്നായിരുന്നു. അതെങ്ങനെയാ അവർ കണ്ടെത്തിയത്? ഇതുപോലുള്ള പൊല്യൂഷൻ ഇതുപോലുള്ള മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ടാണ്. മെഷറിംഗ് പൊല്യൂഷൻ ലെവൽസ്. BOD മെഷേഴ്സ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ മൈക്രോ ഓർഗാനിസം ബ്രേക്കിംഗ് ഡൗൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. BOD എന്താ മെഷർ ചെയ്യുന്നത്? ഓക്സിജൻ എത്രമാത്രം മൈക്രോ ഓർഗാനിസം കൺസ്യൂം ചെയ്യും, എങ്ങനെ ബ്രേക്ക് ഡൗൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് മൈക്രോ ഓർഗാനിസം എത്രമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്യും നോക്കുന്നതാണ് BOD. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ മറക്കരുത്, ഇതാണ് നോട്ട് ചെയ്യേണ്ടത്. ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. നോൺ ബയോഡിഗ്രേഡബിൾ മാറ്റർ അല്ലെങ്കിൽ ഇനോർഗാനിക് മാറ്റർ CODയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് BOD ആയിട്ട്. COD measures oxygen required for total chemical oxidation. അപ്പോൾ കെമിക്കൽ ഓക്സിഡേഷൻ അവിടെ നടക്കുന്ന CODയിൽ ചില കെമിക്കൽ സബ്സ്റ്റൻസസും ഓക്സിഡേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പോലെയുള്ള. COD measures oxygen required for total chemical oxidation of both organic and inorganic substances, generally yielding higher values faster. Generally yielding higher values faster. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വാല്യൂസ് പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുന്നത് COD ആണ്. COD നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസിനെയും ഇനോർഗാനിക് സബ്സ്റ്റൻസിനെയൊക്കെ കെമിക്കലി ഓക്സിഡൈസ് ചെയ്യാനായിട്ട് എത്രമാത്രം ഓക്സിജൻ വേണമെന്നുള്ളത് മെഷർ ചെയ്യും. മറിച്ച് BODയോ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, മൈക്രോ ഓർഗാനിസത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എത്രമാത്രം ഓക്സിജൻ വേണമെന്നേ നോക്കുള്ളൂ. ഫാസ്റ്റർ COD ആണ്, ഹൈ വാല്യൂവും COD ആണ്. BODയുടെ CODയുടെയും ഡിഫറൻസ്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈംസ് അവരുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. പേപ്പർ 1 നിന്ന് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന ഭാഗത്ത് നിന്ന് BOD, COD, ഡിസോൾവ്ഡ് ഓക്സിജൻ, യൂട്രോഫിക്കേഷൻ, അതായത് ന്യൂട്രിയൻ്റ് എൻറിച്ച്ഡ് ലേക്സ്, യൂട്രോഫിക്കേഷൻ, മെസോട്രോപ്പിക്, അതുപോലെ ഒലിഗോട്രോപ്പിക്, ഇതൊക്കെ എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് തിരിച്ചും മറിച്ചും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അറേഞ്ച് ചെയ്യാനും ഒക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണെന്ന് എന്നുള്ളത് കൊണ്ട് ആ ഒരു ഏരിയനെ പറ്റി, എന്താണ് BOD, എന്താണ് COD, ഡിസോൾവ്ഡ് ഓക്സിജൻ എങ്ങനെയാണ്, ന്യൂട്രിയൻറ്റ് ലേക്സ് എന്ന് പറയുമ്പം എന്താണ് അവിടെ കൂടുന്നത്, ഇനി എന്താ പറയുക ന്യൂട്രിയൻസ് ഇല്ലാത്ത ലേക്സിൽ എന്താണ്, അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നിർബന്ധിതരാവുള്ളൂ. ഇവിടെ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിലുപരി നിങ്ങളുടേതായ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം ഓരോ ചോദ്യത്തിനും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. BOD is the oxygen consumed by microbial life to decompose organic waste. COD is the oxygen required to chemically oxidize organic or inorganic compounds. നമ്മൾ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. മെഷർമെന്റ് ടൈം BOD ടെസ്റ്റിംഗ് ഡേയ്സ് 5 days. COD ആണെങ്കിലോ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, ഫ്യൂ അവേഴ്സ് മതി. BOD ഒരു 5 ദിവസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്സിഡൈസിങ് ഏജന്റ് BOD എന്താ യൂസ് ചെയ്യുന്നത്? നാച്ചുറൽ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ. മൈക്രോബ്സ് എത്ര നേരം എടുക്കും, എത്ര ഓക്സിജൻ എടുക്കും ഡീകമ്പോസിഷന് വേണ്ടിയിട്ട്? മൈക്രോ ഓർഗാനിസംസ്
നാച്ചുറൽ ഡീകമ്പോസിഷൻ ആണ് BOD-യിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ COD-ലോ യൂസ് സ്ട്രോങ് കെമിക്കൽ ഓക്സിഡൈസിങ് ഏജൻസ്. ഏതാണ് ആ കെമിക്കൽ ഓക്സിഡൈസിങ് ഏജന്റ്? ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാണ് ഓക്സിഡൈസിങ് ചെയ്യുന്നത്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ. BOD only measures biodegradable organic matter, while COD measures both biodegradable, non-biodegradable plus inorganic pollutants. BOD biodegradable organic matter മാത്രമേ മെഷർ ചെയ്യുള്ളൂ അല്ലേ? അതാണ് ബയോകെമിക്കൽ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ഇത് ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിളും ഇനോർഗാനിക് മാറ്ററിനെയും COD മെഷർ ചെയ്യും. COD is almost always higher than BOD. വാല്യൂവിന്റെ ഗണത്തിൽ സിഗ്നിഫിക്കൻസ് എന്താ? BOD indicates how much dissolved oxygen will be depleted by natural microorganisms in a water body, highlighting pollution impacts on aquatic life. അല്ലെ, എത്രമാത്രം ഓക്സിജൻ ഉപയോഗിക്കും എന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യും. എത്രമാത്രം ജീവജാലങ്ങളവിടെ ചത്തടിഞ്ഞിട്ടുണ്ട്, അവരെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് എത്രമാത്രം ഓക്സിജൻ വേണം എന്നുള്ള കാര്യം BODക്ക് മെഷർ ചെയ്യാൻ പറ്റും. COD യൂസ്ഡ് ഫോർ റേപ്പിഡ് അസസ്മെന്റ് ഇൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ടു മോണിറ്റർ ഇൻഡസ്ട്രിയൽ ആൻഡ് മുനിസിപ്പൽ സീവേജ് എഫിഷ്യൻസി. റിലേഷൻഷിപ്പ്. High ratio suggests that the organic matter is largely biodegradable, while a low ratio indicates high toxicity or inorganic contaminants. അടുത്തത് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. Arrange the following greenhouse gases in the increasing order of their lifetime in the Earth atmosphere. Increasing order of the lifetime in the Earth atmosphere. എത്രമാത്രം ലൈഫ് ടൈം ഉണ്ട് ഓരോ ഗ്യാസസിനും? ലൈഫ് ടൈം എത്രയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? ഇത്രമാത്രം ഇത് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ എമിഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നേരം, ഇത്രയും ദിവസങ്ങൾ, വർഷങ്ങൾ, മാസങ്ങൾ ഇതിവിടെ തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടാവും. ലൈഫ് ടൈം എത്രമാത്രം ലൈഫ് ടൈം ഉണ്ട്? SF6-ന് ഫ്ലൂറിനേറ്റഡ് ഗ്യാസ്, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്, N2O നൈട്രസ് ഓക്സൈഡ്, N2O, H2O ഏതാ വാട്ടർ, CH4 മീഥേൻ, ഇതിൻ്റെയൊക്കെ ലൈഫ് ടൈം എത്രയാണെന്നാണ് നോക്കുന്നത്. ലൈഫ് ടൈം എത്രമാത്രം നാളുകൾ ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. സത്യത്തിൽ ഇത് എത്രമാത്രം നാൾ നമുക്കൊരു കൃത്യമായിട്ടൊരു പീരീഡ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആയിട്ട് അത് എഫക്ട് ചെയ്യുന്നത്. എമിഷൻ ഉണ്ടായി അന്തരീക്ഷത്തിൽ പോയി നിന്നു, അത് കഴിഞ്ഞ് പിന്നെ എമിഷൻ ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റാണ് സത്യത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നത്. അപ്പം ഇത്ര നാളുകളെ ഇത് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും നാളുകളും ഇത് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പിന്നെയും കൂടുകയാണ് നാളുകൾ. ഫോർ എക്സാമ്പിൾ മീഥൈൻ്റെ ഒരു ലൈഫ് ടൈം ഒരു 28 years ആണെന്നിരിക്കട്ടെ. മീഥൈൻ എമിറ്റ് ചെയ്തു, 28 വർഷം അന്തരീക്ഷത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൽ കൂടും. കാരണം ആ 28 വർഷവും പിന്നെയും മീഥൈൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അഗ്രികൾച്ചർ ഫീൽഡ്സിൽ നിന്നും മറ്റ് സൾഫേറ്റും ഫോസ്ഫറസും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നൊക്കെ മീഥൈൻ എമിഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അഗ്രികൾച്ചർ ഫീൽഡ്സിൽ നിന്നും മറ്റ് ഹ്യൂമൻ നീഡ്സിൽ നിന്നും ഒക്കെ എമിഷൻ ഉണ്ടാവുന്നുണ്ട്. വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിന് ലൈഫ് ടൈം കൂടുതലാണ്. SF6 വർഷങ്ങളെടുക്കും, അതായത് 1000 വർഷങ്ങളിൽ മുകളിലെടുക്കാം. SF6-ൻ്റെയൊക്കെ എമിഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അത് അന്തരീക്ഷത്തിൽ വർഷങ്ങളോളം നിൽക്കും. എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1000 വർഷങ്ങൾ വരെ വേണമെങ്കിൽ അത് അന്തരീക്ഷത്തിൽ നിൽക്കാനായിട്ട് അതിന് സാധിക്കും. ലൈഫ് ടൈം അതിന് വളരെ കൂടുതലാണ്. ഫ്ലൂറിനേറ്റഡ് ഗ്യാസ് നമുക്കറിയാം. ക്യോട്ടോ പ്രോട്ടോക്കോളിലെ ക്യോട്ടോ ഗ്യാസസ് എമിഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ഗ്യാസസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്യാസസ് ഒന്നും എമിറ്റ് ചെയ്യരുത് ഒരു ഇൻഡസ്ട്രീസും എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഈ ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് HFC, PFC, SF6 പോലുള്ള ഗ്യാസസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എമിഷൻ തടയണം എന്ന് 1997 ക്യോട്ടോ പ്രോട്ടോക്കോളിൽ പറഞ്ഞത് അതിൻ്റെ അപകട സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട്. കാരണം എന്താ? ഇത് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം അന്തരീക്ഷത്തിൽ നിൽക്കും. ലൈഫ് ടൈം വളരെ കൂടുതലാണ്. ലൈഫ് ടൈം കൂടുതലായതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും അതിന് കൂടുതലാണ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ
അന്തരീക്ഷ ഊഷ്മാവിനെ ചൂടാക്കാനായിട്ടുള്ള സാധ്യത ഈ ഗ്യാസിന് കൂടുതലാണ്, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിന് എല്ലാം ലൈഫ് ടൈം വളരെ കൂടുതലാണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കണം. N2O നൈട്രസ് ഓക്സൈഡിൻ്റെ ഗ്ലോബൽ ലൈഫ് ടൈം എത്രയാണെന്നുള്ളത് നോക്കി വയ്ക്കണം. ഒരു 100 to 150 years ആണ്. H2O വാട്ടർ വേപ്പറിൻ്റെ ലൈഫ് ടൈം എത്രയാവാം? നീരാവിയുടെയൊക്കെ വളരെ കുറച്ച് ദിവസം, ചിലപ്പോൾ ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമേ അത് സർവൈവ് ചെയ്യുള്ളൂ അല്ലേ. H2O. മീഥെയിൻ്റെ ലൈഫ് ടൈമോ? ഓപ്ഷൻ ഇതാണ്. ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിൻ്റെ ലൈഫ് ടൈം വളരെ കൂടുതലായിരിക്കും എന്നുള്ളൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ എന്നുള്ളൊരു അറിവുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് എ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ട് പോവാം. പക്ഷെ അങ്ങനെ ഒരു ധാരണ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ എല്ലാം അറിയേണ്ടി വരും അല്ലേ. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡിൻ്റെ ലൈഫ് ടൈം വളരെ കൂടുതലാണ്. ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിൻ്റെ ലൈഫ് ടൈം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ക്യോട്ടോ പ്രോട്ടോകോളിൽ SF6, PFC പെർ ഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ ചോദ്യം ഉത്തരം എഴുതാൻ പറ്റും. ബാക്കി CDBA, അതായത് ഏറ്റവും കുറവ് ലൈഫ് ടൈം സിക്കാണ്. H2O നീരാവി, വാട്ടർ വേപ്പർ. D മീഥെയിൻ ആണ്. അത് കഴിഞ്ഞ് 28 വർഷം 30 വർഷമേ ഉള്ളൂ ലൈഫ് ടൈം. അന്തരീക്ഷത്തിൽ അത്രയും നാളെ പെർസിസ്റ്റ് ചെയ്യുള്ളൂ. നൈട്രസ് ഓക്സൈഡ് N2O ഒരു 100-150 വർഷങ്ങളെ മാക്സിമം പെർസിസ്റ്റ് ചെയ്യുള്ളൂ. 125-150 വർഷങ്ങൾ. കൃത്യമായിട്ടൊരിത് വേണ്ട, ഒരു റേഞ്ച് അറിഞ്ഞിരുന്നാൽ മതി. 100 to 150. SF6 വർഷങ്ങളോളം, 1000, 10,000, വേണ്ടി വന്ന 20,000. Greenhouse gases have varying atmospheric lifetimes, GHG, ranging from a few years to millennia, which determines their long-term impact on climate. Key gases include methane. മീഥെയിൻ്റെ രാസനാമം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല CH4 ആണെന്ന് അറിഞ്ഞിരിക്കണം. ചോദ്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ വരുള്ളൂ. അപ്പം CH4 കാണുമ്പോൾ തന്നെ മീഥെയിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. 12 years, അപ്രോക്സിമേറ്റ്ലി 12 years ആണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് 28 എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലാണ്. നമുക്ക് ഏകദേശം അറിഞ്ഞാൽ മതി. കാരണം അതും പിന്നെ നൈട്രസ് ഓക്സൈഡിൻ്റെ 114 to 120 years. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വിച്ച് പെർസിസ്റ്റ് ഫോർ സെഞ്ചുറീസ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. കാരണം എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയല്ലേ. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് വർഷങ്ങൾ അത് പെർസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് ടൈം വളരെ കൂടുതലാണ്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വരെ അത് വേണമെങ്കിൽ സഞ്ചരിക്കും. Carbon dioxide doesn't have a single simple lifetime emission, significantly alter atmospheric concentration for centuries. About 40% remains after 100 years and some persists for thousands of years. Methane has a lifetime of around 12 years but is a highly potent warming agent. Global warming potential 30 times stronger than over 100 years. Nitrous oxide ഇന്റെയോ 114 മുതൽ 132 വർഷങ്ങൾ വരെയൊക്കെ അത് പെർസിസ്റ്റ് ചെയ്യും. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഫ്ലൂറിനേറ്റഡ് ഗ്യാസ് ആണെങ്കിലോ ദീസ് മാൻമെയ്ഡ് ഗ്യാസസ് ക്യാൻ ലാസ്റ്റ് ഫ്രം ഡെക്കേഡ്സ് ടു ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. 3200 വർഷങ്ങളോളം വരെ പെർസിസ്റ്റ് ചെയ്യാം ഫ്ലൂറിനേറ്റഡ് ഗ്യാസ്, SF6 പോലുള്ള വാതകങ്ങൾ. വാട്ടർ വേപ്പറോ ഷോർട്ടസ്റ്റ് ലിവ്ഡ് GHG, സ്റ്റേയിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോർ ഓൺലി എ ഫ്യൂ ഡേയ്സ് ടു എ വീക്ക് മാക്സിമം. Because many GHGs persist for centuries, their warming effect is cumulative. Cumulative ആണ്. അതായത് എന്താ, ഇങ്ങനെ കൂടിക്കൊണ്ട് എല്ലാ ദിവസവും എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 28 വർഷം എന്ന് പറയുന്നത് നമുക്ക് കണക്ക് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എല്ലാം ആ 28 വർഷവും എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ 28 വർഷം, അത് കഴിഞ്ഞ് 28 വർഷം, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ക്യുമുലേറ്റീവ് ആയിട്ടാണ് അതിൻ്റെ വാർമിംഗ് എഫക്റ്റ് സംഭവിക്കുന്നത്. മീനിങ് കറണ്ട് എമിഷൻസ് വിൽ അഫക്റ്റ് ക്ലൈമറ്റ് ഫോർ ജനറേഷൻസിലേക്ക് വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഒക്കെ പറയുന്ന ആ വാക്യം. ഫ്യൂച്ചർ ജനറേഷനെയും കൂടെ മുന്നിട്ട് കണ്ടു വേണം ഇപ്പോൾ പ്രവർത്തിക്കാനായിട്ടാണ്. കാരണം ഫ്യൂച്ചർ ജനറേഷനാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ക്ലൈമറ്റിനോട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനോട് കാണിക്കുന്ന ഒരു തിരിച്ചടി
അനുഭവിക്കേണ്ടി വരുന്നത് ഫ്യൂച്ചർ ജനറേഷൻ ആയിരിക്കും. അപ്പോൾ ഫോർസീ ദ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറയുന്നൊരു സെൻറ്റൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനുണ്ട്. അതൊന്ന് പോയിട്ട് വായിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിനെയും കൂടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈഫ് ടൈം പഠിക്കുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും കൂടെ പഠിക്കണേ. ഇസ് എ മെട്രിക് യൂസ് ടു കമ്പയർ ഹൗ മച്ച് ഹീറ്റ് ഡിഫറെൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ഇൻ ദ അറ്റ്മോസ്ഫിയർ റിലേറ്റീവ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. എത്രമാത്രം ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നുണ്ട് ചില ഗ്യാസസ് കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച്. അങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് ഈ ഗ്യാസ് എത്രമാത്രം ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 ആണ്. മീഥൈൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 28 ആണെങ്കിൽ അതിനെ പറയുന്നത് 28 ടൈംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. സൾഫർ ഹെക്സാഫ്ലൂറൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 23,600 ആണെങ്കിൽ അതിനെ പറയുന്നത് 23,600 ടൈംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം. GWP ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. സോ എല്ലാ ഗ്യാസസും മെഷർ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കൂടുതലാണ്. 28 ടൈംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 28 ടൈംസ് ഓഫ് 1 എന്ന് പറയുന്നത് 28 ആണല്ലോ. ഇറ്റ് പ്രൊവൈഡ്സ് എ കോമൺ സ്കെയിൽ ഫോർ സയൻറ്റിസ്റ്റ് ആൻഡ് പോളിസി മേക്കേഴ്സ് ടു അഗ്രഗേറ്റ് എമിഷൻസ് ഇൻ ടു എ സിംഗിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ് CO2e കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ് വാല്യൂ ആൻഡ് പ്രയോറിറ്റൈസ് എമിഷൻ റിഡക്ഷൻ എഫേർട്സ്. CO2e എന്ന് പറയുന്നത് 1 ആണ്, 1 ആൻഡ് പ്രയോറിറ്റൈസ് എമിഷൻ റിഡക്ഷൻ എഫേർട്സ്. A GAP's GWP changes depending on the chosen time period. For example, methane is a short-lived climate pollutant. Its GW is roughly 84 over 20 years, but drops to 28 over 100 years because most of it disappears before the century ends. അതൊന്നും വേണ്ട കേട്ടോ, ഞാനൊന്ന് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങളൊന്നും വായിക്കുന്നത് നല്ലതല്ല. വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഈ പരന്ന വായനയിലൂടെ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, വേണമെന്നില്ല. ഈ പോയിന്റ് ഒന്ന് വായിക്കണം. സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6 പെർസിസ്റ്റ് റിമെയിൻ ആക്റ്റീവ് ഫോർ മില്ലീനിയ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. വായിച്ചാൽ മതി. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് 23,500. ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിൻ്റെയൊക്കെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും. ടെട്രാഫ്ലൂറോമീഥൈൻ 6,500. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. ഗൂഗിൾ ചെയ്തും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടും നോട്ട്സ് വായിച്ചും ഒക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ പത്രം വായന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, പിന്നെന്താ അങ്ങനെയുള്ള ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങൾ വായിച്ച് അതിൻ്റെ ന്യൂസ്, അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വായിച്ച് മനസ്സിലാക്കി പോയിന്റ് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ ചോദിക്കുന്ന 5-ൽ 3 ചോദ്യങ്ങൾക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 4 ചോദ്യങ്ങളോളം നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഇക്വലൻ്റ് ഒരു മാത്തമാറ്റിക്സ് ചോദ്യമാണ്. സക്സസീവ് ഡിസ്കൗണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എത്ര തുല്യമാണെന്ന് കഴിഞ്ഞു. സക്സസീവ് ഡിസ്കൗണ്ട്സ് ആദ്യം 10% കൊടുത്തു, പിന്നെ 15% കൊടുത്തു. അപ്പം മൊത്തം ആദ്യം ഇത്ര കൊടുത്താൽ മതിയായിരുന്നു. സക്സസീവ് ഡിസ്കൗണ്ട് ഒറ്റ ഡിസ്കൗണ്ട് എത്ര ഇക്വലൻ്റ് ആണെന്നാ ചോദ്യം അല്ലേ? ആദ്യം ഒരു 5% കൊടുത്തു, പിന്നെ ഒരു 5% കൊടുത്തു, മൊത്തം 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ ഒറ്റടിക്ക് 10% കൊടുത്താൽ പോരാ. അങ്ങനെ ചിന്തിക്കൂലേ? അങ്ങനെയല്ല, നമുക്ക് പറയാം. അപ്പം ഇതെങ്ങനെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും? ആദ്യം സക്സസീവ് ഡിസ്കൗണ്ട് ഒരു തുകയ്ക്ക് 100 രൂപ എന്നുള്ളൊരു തുക നമ്മൾ എടുത്തു. എന്തിനാണ് നമ്മൾ 100 എടുക്കണേ? വേണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1000 എടുത്തു, അല്ലെങ്കിൽ 200 എടുത്തു, 500 എടുത്തു. ഈ 100 ലാസ്റ്റ് ഇതുപോലുള്ള റൗണ്ട് ഫിഗർ എടുത്തു കഴിയുമ്പം ഫ്രാക്ഷൻ വരില്ല. നമുക്ക് സുഖമായിട്ട് ഫ്രാക്ഷൻ വരാതെ തന്നെ നമുക്ക് വലിയ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രാക്ഷൻ വരാത്ത രീതിയിൽ നമുക്ക്
ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 100ഉം 200ഉം 1000 ഒക്കെ എടുക്കുന്നത്. ഒരിക്കലും 37ഉം 43ഉം 56ഉം 59ഉം ഒന്നും എടുക്കാത്തതിന്റെ കാരണം അതാ. 100 എടുക്കുക, 200, 300, 400 ഇതൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. സക്സസീവ് ഡിസ്കൗണ്ട് കൊടുക്കാൻ പോവാ നമ്മൾ. ആദ്യം 10% കൊടുത്തു, പിന്നെ 15% കൊടുത്തു. 100 രൂപയ്ക്ക് ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പം എത്ര രൂപയാവും? 90 ആവും അല്ലേ? 100ന്റെ 10% 10. 100ന് 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പം 90 ആയി. 100ന്റെ 10% 10. ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് കുത്തിട്ടാൽ മതി അല്ലേ? 100ന്റെ 1% 1. ഒരു പോയിന്റ് കൂടെ ഷിഫ്റ്റ് ചെയ്ത് കുത്തിട്ടാൽ മതി. 100ന്റെ 10% 10. അതുകൊണ്ട് 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പം 90 ആയി. ഇനി 90ന് 15% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ, അല്ലാതെ 100നല്ല 15% കൊടുക്കുന്നത്, 100ന് ഓൾറെഡി 10 കൊടുത്തു, 10 ഡിസ്കൗണ്ട് കൊടുത്തു, 10% ഡിസ്കൗണ്ട്. 100 എന്ന് പറയുന്നത് 100% ആണ്. ആ 100ന് 10% ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ 90 ആയി. ഇനി 90ന് 15% ഡിസ്കൗണ്ട് കൊടുക്കാൻ പോകുന്നത്. 90ന്റെ 10% 9. 5% 4.5. അപ്പം 15% എന്ന് പറയുന്നത് 13.5 ആണ്. 15% ഓഫ് 90 എന്ന് പറയുന്നത് 13.5 ആണ്. 90ൽ നിന്ന് 13.5 മൈനസ് ചെയ്യണം. 90ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 80. 80ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 77. 77ൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ 76.5. 76.5 ആണ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം മൊത്തം എത്ര ഡിസ്കൗണ്ടാ കൊടുത്തതെന്ന് കാണാനോ ആദ്യം തന്നെ ഇത്ര ഡിസ്കൗണ്ട് കൊടുത്താൽ പോരായിരുന്നു. അതായത് എത്ര കൊടുക്കണമായിരുന്നു? 23.5 കൊടുക്കണമായിരുന്നു അല്ലേ? 100ൽ നിന്ന് 76.5 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 100ൽ നിന്ന് 76 മൈനസ് ചെയ്താൽ 24 ആ. 24ൽ നിന്ന് 0.5 കൂടെ മൈനസ് ചെയ്താലോ 23.5. 23.5 ഡിസ്കൗണ്ട് ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? 23.5 ആണേ. 23.5. അപ്പം അതായിട്ട് മാച്ച് ചെയ്യുന്നതോ A 3 ആയിട്ട് മാച്ച് ചെയ്യും. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയാണ് ഈ ക്ലാസ്സിൽ. താങ്ക് യു.